എല്ലാവർക്കും നമസ്കാരം. ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസ് റിസർച്ച് അസിസ്റ്റന്റ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരൊറ്റ ഫീസ് അടച്ചാൽ മതി, 6000 രൂപ. ഈ 6000 രൂപ ഫീസ് അടച്ചാൽ 2 കോഴ്സും അവൈലബിൾ ആക്കും. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നൽകുന്നത്, അല്ല ഒന്നിച്ചല്ല. JSO ഒരു കോഴ്സ്, നമ്മുടെ റിസർച്ച് വേറെ കോഴ്സ്, രണ്ടും 2 കോഴ്സായിട്ടാണ് നൽകുന്നത്. കാരണം രണ്ടിലും സിലബസ് വ്യത്യാസമുണ്ട്. JSO ആണെങ്കിൽ നമുക്കറിയാം മൈക്രോബയോളജി വരും, MLT ടോപ്പിക് വരും, പിന്നെ മൈക്രോബയോളജി വരും. ഇവിടെ റിസർച്ചിനാണ് പ്യൂർ മൈക്രോബയോളജി ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റിയിലെ മൈക്രോബയോളജി പരീക്ഷയിൽ വലിയ വിജയം, എനിക്ക് തോന്നുന്ന ലിസ്റ്റിലെ മെജോറിറ്റി ആൾക്കാർ പഠിച്ചത് അഡ്വൈസ് വരുമ്പം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ജോലി കിട്ടാൻ പോകുന്നത് മാസ്റ്റർ കെ അക്കാഡമി എന്ന ഞങ്ങളുടെ സ്ഥാപനം പഠിച്ചവർക്കാണ്. അന്ന് മുതൽ എനിക്കിന്ന് ഒരുപാട് അഡ്മിഷൻ നടക്കുന്നതുകൊണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയാണ് കോംബോ ഓഫർ കൊടുത്തത്. ഈ കോംബോ ഓഫർ കൊടുക്കാനുള്ള കാരണം, ഈ റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ വന്നപ്പോൾ ചോദിച്ചു, സാർ അവിടെ ഒരു ഒഴിവല്ലേ ഉള്ളൂ, പഠിച്ചാൽ കിട്ടുമോ? ഞാൻ പറഞ്ഞു ഒരു ഒഴിവ് ആയിക്കോട്ടെ, നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് JSO കോഴ്സ് അസൈൻ ചെയ്ത് തരാം, കാരണം അതിനും ഒഴിവുകൾ വരും, അതിനും നിങ്ങൾക്ക് MSc മൈക്രോബയോളജി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തു. അപ്പൊ അവർ നോക്കുമ്പോൾ 2 ഓപ്പർച്യൂണിറ്റിയാണ്, JSOയ്ക്കും പഠിക്കാം, റിസർച്ചിനും പഠിക്കാം. അതേ കണക്ക് നിങ്ങളും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒരു വലിയ വിജയം നേടിയ, കേരള PSCയിൽ മൈക്രോബയോളജി പരീക്ഷയിൽ വലിയ വിജയം നേടിയ, 8 പരീക്ഷകൾക്ക് 1ാം റാങ്ക് നേടിയ സ്ഥാപനത്തിൽ പഠിക്കാം ഏറ്റവും ചെറിയ ഫീസിൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്ഥാപനത്തിലാണ് ഏറ്റവും കുറവ് ഫീസ്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടിയ സ്ഥാപനത്തിലാണ് ഏറ്റവും കുറഞ്ഞ ഫീസ്. എത്രയും പെട്ടെന്ന് മാസ്റ്ററിൽ ജോയിൻ ചെയ്യുക, പഠനം ആരംഭിക്കുക. താങ്ക് യു.